48 ഫർണിച്ചറിന്റെ ചിത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കുറെ പരന്ന് നടക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരു ചെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. ഇത് വലിയ സ്റ്റോറേജ് സ്പേസ്, വീടുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്ക് ഷെൽഫുകൾ, ബുക്കുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. എപ്പോഴും എടുക്കാനുള്ള ബുക്കുകൾ നമുക്ക് ഇവിടെ വെക്കാൻ കഴിയും, അല്ലാത്ത ബുക്കുകൾ ഇതിനകത്ത് വെക്കാൻ കഴിയും. പണ്ട് നമ്മുടെ വലിയ ബോക്സ് ടൈപ്പുള്ള ടിവികളൊക്കെ മാറിയിട്ട് ഇപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സിമ്പിൾ TV യൂണിറ്റുകളുടെ ആവശ്യം ആവുന്ന രീതിയിൽ മാറിയിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. ഈ ഫ്രെയിം മാത്രം, ബാക്കി പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നമ്മൾ മേക്ക് ചെയ്തതാണ്. ഈ പ്ലാന്റ് വെക്കുന്നതിനും ബുക്ക് വെക്കുന്നതിനും ചെറിയ ബോക്സുകൾ അടിച്ച് നല്ലതെന്ന് പല ആളുകൾക്കും ഒരു ആശയം ഉണ്ടാവാം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് അഴിച്ചു മാറ്റാവുന്ന ടൈപ്പിലാണ് കേട്ടോ. മാസ്റ്റർ ചെയർ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു മാസ്റ്റർ ചെയർ ആണ്. വെള്ളം ഒഴിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് ഒരു കാലത്തും വെള്ളം നനയ്ക്കേണ്ടതില്ല. ഇപ്പോഴത്തെ ആർക്കിടെക്റ്റുകളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഹൈറ്റ്സ് ആണ് എപ്പോഴും ഷോറൂമുകളുടെയൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ ഒക്കെ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് 25 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമ്മൾ ഈ ഫ്രണ്ട് ഇതിൽ വരുന്നത് നമ്മളിവിടെ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിങ്ങളുടെ ഷോറൂമുകൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ. നമ്മളിവിടെ ആൽബർട്ടിന്റെ ഒരു പ്രത്യേക ഇഷ്ടത്തിനോട് കൂടിയിട്ടാണ് ഇതിൽ 48 ഫർണിച്ചറിന്റെ ചിത്രങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇതിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ഗ്രീൻ അടിച്ചു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു കളറിനെ കോമ്പിനേഷൻ, ഈ ഒരു ഗ്രീനാണ്. നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കളർ കോമ്പിനേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോറൂമിന്റെ ഭംഗി എന്ന് പറയുന്നത് പല പ്രൊഡക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെസ്റ്റ് ഡ്രോ വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കുറേ പരന്ന് നടക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരു ചെസ്റ്റ് ഡ്രോ വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. ഇത് വലിയ സ്റ്റോറേജ് സ്പേസ്, ഇത് നമ്മൾ തന്നെ ഒരു പ്രൊഡക്ഷനാണ്. വലിയ വിലയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതിനൊരു 10,000 താഴെയാണ് ഇതുപോലത്തെ ചെസ്റ്റ് ഡ്രോയ്ക്ക് വില കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഭംഗിക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു ക്ലോക്ക് വേണമെങ്കിൽ ഫിറ്റ് ആക്കാം, നമുക്ക് കാണുകയും ചെയ്യാം. തൊമ്പറിന്റെ മുകളിൽ പഴയ സ്റ്റൈലിൽ വെക്കേണ്ടതില്ല. ഇതിന്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചാൽ ഒരു ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബുക്ക് ഷെൽഫുകൾ, ബുക്കുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും. എപ്പോഴും എടുക്കാനുള്ള ബുക്കുകൾ നമുക്ക് ഇവിടെ വെക്കാൻ കഴിയും, അല്ലാത്ത ബുക്കുകൾ ഇതിനകത്ത് വെക്കാൻ കഴിയും. ഇനി നമ്മളിതിനകത്തൊരു ഉരുവൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരു പായ്ക്കപ്പിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതവിടെ ഭംഗിക്കാണ്. പലപ്പോഴും പ്ലാന്റുകൾ, ഇൻഡോർ പ്ലാന്റുകൾ അല്ലെങ്കിൽ പ്ലാന്റുകൾ വെക്കുമ്പോൾ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വെക്കാറുണ്ട്. സാധാരണ ഇങ്ങനത്തെ ഒരു സിമെന്റിന്റെ ബോക്സ് ചട്ടി മേടിച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ കുറച്ച് പെയിന്റ് അടിച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളാണ്. പക്ഷേ നമ്മൾ നാച്ചുറൽ പ്ലാന്റ് ആണെങ്കിൽ ഇതുപോലൊരു പോട്ടിനകത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചാൽ ഇതിനൊരു ഭംഗി ഉണ്ടാവും. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇനിയൊരു പ്രൊഡക്റ്റ് കൂടി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു TV യൂണിറ്റ് ആണ്. പണ്ട് നമ്മുടെ വലിയ ബോക്സ് ടൈപ്പുള്ള ടിവികളൊക്കെ മാറിയിട്ട് ഇപ്പോൾ വളരെ കനം കുറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സിമ്പിൾ TV യൂണിറ്റുകളുടെ ആവശ്യം ആവുന്ന രീതിയിൽ മാറി. ചുമരിൻ്റെ മുകളിൽ നമുക്ക് TV വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ TV വെക്കാം. എന്നിട്ട് അത്യാവശ്യം സെറ്റ് ബോക്സുകളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. എനിക്ക് തോന്നുന്നത് ഇവിടെയും വേറെയും കുറേ പ്ലാന്റുകളുണ്ട്. ഇത്തരം പ്ലാന്റുകൾ, ആ പ്ലാന്റ് വയ്ക്കുന്ന ബോക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ചെറിയൊരു ക്ലോക്ക് ഇങ്ങനെ കാണിക്കാം, ഭംഗിയുള്ളൊരു ക്ലോക്കാണ് ഇത്. രസമുണ്ട്. സിമെന്റിന്റെ ഒരു ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ടെറാക്കോട്ടയാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടെറാക്കോട്ട കളറിൽ ചുമ്മാ പെയിന്റ് അടിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട് ഭംഗിയാക്കുന്നതിന് വേണ്ടി അവർക്കും ഒരു ഭാഗമാക്കാൻ സാധിക്കും. ഒരു TV സ്റ്റാൻഡ് കൂടെ കാണിക്കുക. ഇത് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നതാണ്. ഈ ഒരു TV സ്റ്റാൻഡ് എന്താ വെച്ചാൽ LED ബോക്സുകൾ വെക്കാൻ വളരെ സിമ്പിളായിട്ട് കണ്ടില്ല. ഇതൊരു പ്രീമിയം ലുക്ക്. ഇതൊരു ടൈറ്റാനിയം ഗോൾഡിലാണ് പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റീലിന്റെ അലുമിനിയത്തിലാണ് ഇതിന്റെ ഈ പ്രൊഫൈൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റാണ്. ഈ ഫ്രെയിം മാത്രം, ബാക്കി പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ നമ്മൾ മേക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ ചെറിയ മെറ്റൽ ആർട്ടുകൾ, സിമ്പിൾ ആയിട്ടുള്ള മെറ്റൽ ആർട്ട്, ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് ഒരുപാട് ഷോറൂമുകൾക്കും ആളുകൾക്കും കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റ് വെക്കുന്നതിനും ബുക്ക് വെക്കുന്നതിനും ചെറിയ ബോക്സുകൾ അടിച്ച് നല്ലതെന്ന് പല ആളുകൾക്കും ഒരു ആശയം ഉണ്ടാവാം. അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മളിവിടെ ഈ ഒരു ചെറിയ പ്ലാന്റ് ബോക്സുകൾ വെച്ചിട്ടുള്ളത്. മെറ്റൽ ആർട്ടുകൾ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ മെറ്റൽ ആർട്ടുകളാണ് കണ്ടില്ലേ. കോഫി ടേബിളുകൾ, പലപ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്ന ടൈപ്പിലുള്ള കോഫി ടേബിളുകൾ. അതുപോലെ തന്നെ ഇതൊരു വരാന്തയിലൊക്കെ ഇടാൻ പറ്റിയ ഒരു കോഫി ടേബിളാണ്. ഇനി സോഫയുടെ മുമ്പിൽ ഇടുന്ന കോഫി ടേബിൾ ഹൈറ്റ് കുറവ് വേണം. ഒരു 16 ഇഞ്ച് ഹൈറ്റ് ഒക്കെ ആയാൽ സോഫയുടെ മുമ്പിൽ ഇടുന്ന കോഫി ടേബിളുകളായി. ഇനി 24 ആയാലും കുഴപ്പമില്ല. ഇത് നമ്മളൊരു ഡ്യുവൽ ടൈപ്പാണ്, 2 കോഫി ടേബിളുകളാണ്. അപ്പോൾ ഇങ്ങനെ അടുത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സോഫി നല്ലൊരു ഫീലാണ്. ഇനി ഇവിടെയുള്ള ഒരു പ്രൊഡക്റ്റ് കൂടെ കാണിക്കാം. മരത്തിന്റെ കുറച്ച് മഹാഗണിയിലും തേക്കിലൊക്കെ തീർത്തിട്ടുള്ള കുറച്ച് നല്ല വാർഡ്രോബ്സ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു കോട്ട്. ഒരു നാച്ചുറൽ ഫീൽ നൽകുന്ന നല്ല PU പോളിഷിൽ ചെയ്തിട്ടുള്ള മഹാഗണിയുടെ ഈ ഒരു കോട്ടാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് അഴിച്ചു മാറ്റാവുന്ന ടൈപ്പിലാണ്. ഇനി ചില ഏരിയകളിൽ ഭംഗിയായിട്ട് വെക്കണമെങ്കിൽ ഇത് അതുപോലത്തെ ഒരു പ്ലാന്റ് ബോക്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. വളരെ മിനിമൽ മതി എന്ന് പറയുന്നു. പാലക്കാട് അജീഷ് ഭായിയുടെ വീട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞങ്ങൾ ഗിഫ്റ്റായിട്ട് നമ്മൾ ഇന്റീരിയർ വർക്ക് ചെയ്തപ്പോൾ അവർക്ക് കൊടുത്തത് ഇതുപോലത്തെ ഒരു വലിയൊരു വാളാട്ടാണ്. അത് ഇന്നലെ പാലക്കാട് കൊണ്ടുപോയി കൊടുത്തത്. അവർ വർക്കിൻ്റെ ഹൗസ് വാമിങ്ങിന് വിളിച്ചപ്പോൾ. അതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന റോസ് ഓഫ് മൈ ഡ്രീംസ് പ്ലാന്റുകൾ ഇഷ്ടം പോലെ മോഡലുകളുണ്ട്. ഈ ഒരു സോഫ മാസ്റ്റർ ചെയർ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ ചെയ്തിരുന്നു. വളരെ ഭംഗിയുള്ള
ഒരു മാസ്റ്റർ ചെയറാണ്. പലപ്പോഴും ഷോറൂമിലെ അല്ലെങ്കിൽ വീടുകളിലൊക്കെ ചെറിയ ഒരു പാർട്ടീഷനാണ് വേണ്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ ഇത്തരത്തിലുള്ള കുഞ്ഞു പാർട്ടീഷൻ ചെയ്താൽ മതി. വെള്ളം ഒഴിക്കാനൊന്നും ആരും ഇല്ലെങ്കിൽ പ്ലാന്റുകളൊക്കെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ചാൽ മതി. ഇത് ഒരു കാലത്തും വെള്ളം നനയ്ക്കേണ്ടതില്ല. ഇനി കുറച്ചും കൂടി പ്രൊഡക്റ്റുകൾ കാണിക്കാണ്ട് അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നാളെ കാണാം.